അപ്പോൾ ഇതാ ഗൈസ് നല്ല അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അമ്പഴങ്ങയുടെ കാലമാണല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്പഴങ്ങ നല്ല കഴുകി നല്ല വൃത്തിയായി നല്ല കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ഈ ഞെട്ടുണ്ടല്ലോ അതൊന്ന് പൊട്ടിച്ച് മാറ്റുക. എല്ലാ അമ്പഴങ്ങളുടെയും ഞെട്ട് പൊട്ടിച്ച് കളയുക. ഓരോന്നിൻ്റെയും എല്ലാത്തിൻ്റെയും ഞെട്ട് പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓരോ അമ്പഴങ്ങളുടെ നടു കീറി കൊടുക്കുക. 2-3 കീറിലൊക്കെ കീറി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അതായത് അമ്പഴങ്ങളുടെ നടു കത്തി വെച്ച് ഇങ്ങനെ 2-3 വർഷം കീറി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പിലിടുമ്പോൾ അതിൻ്റെ ഉപ്പും എരിവൊക്കെ നന്നായിട്ട് അതിൽ ചേർന്ന് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അമ്പഴങ്ങ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് പാകത്തിന് ഉപ്പ്, അതേപോലെ പച്ചമുളക്, ചീനമുളക് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ചീനമുളക് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതുള്ളവർ അതെടുക്കുക. പിന്നെ വേണ്ടത് സുർക്ക. അപ്പോൾ ഇനി നമുക്ക് ഉപ്പിലിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് വെള്ളം ചൂടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വെള്ളം ചൂടാക്കിയതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 2-3-4 ടീസ്പൂണ് സുർക്ക ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നന്നായി തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. വെള്ളം ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് ഉപ്പിലിടേണ്ടത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു ബോക്സ് എടുക്കുക. ഗ്ലാസിൻ്റെ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഉപ്പിലിടാൻ വേണ്ടി ഗ്ലാസിൻ്റെ ബോക്സൊക്കെ എടുക്കാറുള്ളത്. എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണമാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം അമ്പഴങ്ങ ഇടുക. ആദ്യം കുറച്ച് അമ്പഴങ്ങ ഇടുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. അതേപോലെ പച്ചമുളക്, കീറി വെച്ച പച്ചമുളക് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അതിൻ്റെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്തത് ബാക്കിയുള്ള അമ്പഴങ്ങ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള അമ്പഴങ്ങ അതിൽ 2 ഭാഗമായിട്ട് ഇട്ടാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അതിൻ്റെ പച്ചമുളകും ഉപ്പും എല്ലാം അലിഞ്ഞ് ചേർന്ന് നല്ല ടേസ്റ്റി ആയിരിക്കും. അതിനാണ് ഇങ്ങനെ 2 ഭാഗമായിട്ട് ഇടുന്നത്. എന്നിട്ട് അത് അവസാനം കുറച്ച് ആ ചീനമുളകുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള വെള്ളം ഒഴിക്കുക. പാകത്തിന് വെള്ളം ഒഴിക്കുക. ഈ ചീനമുളക്, കാന്താരി മുളക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.